ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ നല്ലൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ആരും പറയത്തില്ല. ഏതായാലും ഞാനൊരു 5 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ചുറ്റുമുള്ള ആ ബ്രൗൺ കളർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡ് തന്നെ 4 കഷ്ണമായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇതേപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല മുരിച്ച് എടുക്കണം. കരിഞ്ഞു പോകരുത്, കൂടുതൽ ബ്രൗൺ കളർ ആവരുത്. വീണ്ടും വേറൊരു പാനിൽ നമുക്ക് ഒരു 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം 1 കപ്പ് പ്ലെയിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗറെല്ലാം നല്ലപോലെ മെൽറ്റായതിനു ശേഷം ഓരോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസുകളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എടുക്കണേ, അല്ലെങ്കിൽ അത് കുതിർന്നു പോകും. 2 സൈഡും നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം അത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും അതേപോലെ ചെയ്തെടുക്കുക. ബാലൻസ് വന്ന ഷുഗർ സിറപ്പ് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കുക. വീണ്ടും ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ടയെല്ലാം നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം ഉടയുന്നത് വരെ നല്ലപോലെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിലേക്ക് ബാലൻസ് വന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് ബാലൻസ് വന്നില്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ കട്ടിയായി വന്നതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഓരോ ബ്രെഡ് സ്ലൈസിലും എടുത്തതിന് ശേഷം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും അതേപോലെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ മനോഹരമായ നല്ല സ്വീറ്റ് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.